പദ്യങ്ങളാണ് വായിച്ചവസാനിപ്പിച്ചത്. 125-ാമത്തെ സർഗത്തിൽ. വിജ്ഞാനഘനമേവേദം അതയേവ ജഗത്രയം നഭസ്ത്വമത്യജംശൈവ സർവാത്മൈവ നഭസ്ഥിതം. വിജ്ഞാനഘനമാണ് ഈ ആത്മതത്വം എന്ന് പറഞ്ഞാൽ അറിവ് ഘനീഭവിച്ചത്. അറിവെങ്ങനെയാണ് ഘനീഭവിക്കുക? വെള്ളം ഐസാകുന്നത് പോലെ എങ്ങനെയാണ് ഉറഞ്ഞ് കട്ട പിടിക്കുക എന്ന് ചോദിച്ചാൽ, ഘനീഭവിച്ച അറിവ് എന്നുള്ളതിന് എന്താണ് അർത്ഥം? അറിയപ്പെടാൻ മറ്റൊന്നില്ല. ദൃശ്യം ഇല്ലാത്ത അനുഭവം. അറിയപ്പെടാനോ കാണപ്പെടാനോ കേൾക്കപ്പെടാനോ രുചിക്കപ്പെടാനോ മണക്കപ്പെടാനോ സ്പർശിക്കപ്പെടാനോ ചിന്തിക്കപ്പെടാനോ ഒന്നും ഇല്ലാത്ത സാന്ദ്രമായ അനുഭവം. അതാണ് വിജ്ഞാനഘനം, അതാണ് ആത്മസ്വരൂപം. അവിടെ മറ്റൊന്ന് അറിയപ്പെടുന്നില്ല, അത് സ്വയം അറിയുന്നു. അതെന്ത് തരം അറിവാണ് എന്ന് ചോദിച്ചാൽ, അത് ബുദ്ധിയുടെ തലത്തിലുള്ള ഒരറിവല്ല. ബുദ്ധിയുടെ തലത്തിലുള്ള അറിവിനെ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. ഇപ്പം ഞാനുണ്ട് എന്ന അനുഭവം എല്ലാ ജീവന്മാർക്കും ഉണ്ട്. ഞാനുണ്ട്, ഇതൊരനുഭവമാണ്. ഇവിടെ അറിയുന്ന ഒരു ഞാനും അറിയപ്പെടുന്ന വേറൊരു ഞാനും ഉണ്ടോ? രണ്ടില്ല. അവിടെ ഞാൻ സ്വയം അറിയുന്നു, ഞാനുണ്ടെന്ന് ഞാൻ തനിയെ അറിയുന്നു. അവിടെ അറിയുന്ന ഞാനുമില്ല, അറിയപ്പെടുന്ന ഞാനുമില്ല. എന്നാൽ ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട്. ഏതാണ്ട് അതുപോലെയുള്ള ഒരു അനുഭവമാണ് ആത്മാനുഭവം. ആ ആത്മാനുഭവത്തിൽ ഈ ഞാനെന്ന ജീവഭാവം പോലും അപ്രത്യക്ഷമാകുന്നു. അതാണ് കട്ടിപിടിച്ച അറിവ്, ഘനീഭവിച്ച അറിവ്, വിജ്ഞാനഘനം എന്ന് പറയുന്നത്. അത് ബുദ്ധിയുടെ തലത്തിലുള്ള ഒരു അറിവല്ല. ബുദ്ധിക്ക് അതെന്താണെന്ന് ഗ്രഹിക്കാൻ സാധ്യവുമല്ല. വിജ്ഞാനഘനമേവേദം അതയേവ ജഗത്രയം. വിജ്ഞാനഘനമാണ് ഈ ആത്മതത്വം. അത് തന്നെയാണ് ത്രിഭുവനങ്ങളായും അല്ലെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായും കാണപ്പെടുന്നത്. അത് അതിസൂക്ഷ്മമായ ഒരു സത്തയാണ്. ഈ ആത്മാവെന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണ്, ഉണ്മസ്വരൂപമായിട്ടുള്ളതാണ്. നാമരൂപങ്ങളില്ലാതെ ഉണ്മ മാത്രമായി നിൽക്കുന്ന ഒരു തലമുണ്ട്. അതാണ് ആത്മതലം. അതിനെ അനുഭവിച്ച് മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് എത്ര ഭാവന ചെയ്താലും എത്ര ചിന്തിച്ചാലും അതെന്താണെന്നുള്ളത് ബുദ്ധിക്ക് പിടികിട്ടില്ല. ബുദ്ധിയെ അതിക്രമിച്ച് നിൽക്കുന്ന ഒരറിവാണ്. ബുദ്ധിയുടെ തലത്തിലുള്ള അറിവ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. ബുദ്ധിയും ബുദ്ധി അറിയുന്ന മറ്റൊന്നും. ബുദ്ധിയുണ്ടെന്ന് നമ്മൾ അറിയുന്നു. ആ ബുദ്ധി തീരുമാനിക്കുന്നു, ഒന്ന് ഇന്നതാണ്, അതിൻ്റെ നിറം ഇന്നതാണ്, രുചി ഇന്നതാണ്, അതിൻ്റെ ആകൃതി ഇന്നതാണ്. അങ്ങനെ ബുദ്ധി തീരുമാനിക്കുന്നു. ബുദ്ധി നേരിട്ട് തീരുമാനിക്കില്ല. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് പുറത്തു പോയി ഈ ബാഹ്യവസ്തുക്കളുടെ ഒരു നിഴൽ ഒപ്പിയെടുത്ത് ബുദ്ധിയുടെ മുമ്പിൽ സമർപ്പിക്കും. അജ്ഞത കലർന്ന ബുദ്ധി അതിനെ വസ്തുവായി തെറ്റിദ്ധരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കുള്ള അനുഭവം എന്ന് പറയുന്നത് ബുദ്ധിയുടെ തലത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ മനസ്സുകളും ബുദ്ധിയും ചേർന്ന് ഉണ്ടാക്കി തീർക്കുന്ന അറിവ് മാത്രമേ ജീവന്മാർക്ക് അനുഭവത്തിലുള്ളൂ. ഇത് ബുദ്ധിയെ അതിക്രമിച്ച് നിൽക്കുന്ന അറിവാണ്. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് പോലും അതെന്താണെന്ന് തീരുമാനിക്കാൻ സാധ്യമല്ല. തൻ്റെ അതിസൂക്ഷ്മമായ സ്വഭാവത്തെ ഉപേക്ഷിക്കാതെ തന്നെ അത് എല്ലാമായി മാറുന്നു എന്ന് പറഞ്ഞാൽ മാറിയതുപോലെ തോന്നുന്നു എന്നർത്ഥം.
പ്രപഞ്ചം വാസ്തവത്തിൽ ആത്മതത്വത്തിലില്ല. പക്ഷേ അനേകം നാമരൂപങ്ങളായി അത് പ്രകാശിക്കുന്നത് പോലെ തോന്നുന്നു. സർവാത്മാവാണ് ഈ പരബ്രഹ്മം എന്ന് പറയുന്നത്. എല്ലാറ്റിൻ്റെയും സത്തയായി അത് ബാക്കി നിൽക്കുന്നു. നാമരൂപങ്ങൾ മായയുടെ സൃഷ്ടിയാണ്. മായാ സൃഷ്ടികളായ നാമരൂപങ്ങൾക്ക് ഉണ്മ പകർന്നു കൊടുത്തുകൊണ്ട് നാമരൂപങ്ങളുമായി ബന്ധപ്പെടാതെ അല്ലെങ്കിൽ നാമരൂപങ്ങളാൽ ബാധിക്കപ്പെടാതെ നിൽക്കുന്ന ഒന്നാണ് ഈ സത്ത എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് വിഷമിക്കേണ്ട. അതിനെ ആലോചിച്ചാൽ അതിൻ്റെ സ്വരൂപത്തെ അറിയാൻ സാധ്യവുമല്ല. അതാണ് പ്രപഞ്ചമായും ഓരോ ശരീരത്തിലും ഞാനായും പ്രകടമാകുന്നത് എന്നുള്ള പരമാർത്ഥം ബുദ്ധിയുടെ തലത്തിൽ ഗ്രഹിക്കുക. ഇത് സത്യമാണ്. ഉപനിഷത്തുകളും ആചാര്യന്മാരും ഇതാണ് സത്യമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് സത്യമാണ് എന്ന് അംഗീകരിക്കുക, അവരുടെ വാക്കുകളിൽ വിശ്വസിക്കുക. തൽക്കാലം നമുക്ക് അത്രമാത്രമേ ചെയ്യാൻ പറ്റൂ. വിശ്വസിച്ച് വേണം അതിലേക്കെത്താൻ. അതിലെത്തിയിട്ട് അതിനെ വിശ്വസിക്കുക എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. വിശ്വാസത്തിലൂടെ അതുണ്ട് എന്നറിഞ്ഞ് മുമ്പോട്ട് പോകുന്നവന് മാത്രമേ ആത്മാനുഭവം നേടാൻ പറ്റൂ. അത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കളയാം, പരിശോധിച്ച് കളയാം എന്ന ഭാവത്തോടു കൂടിയാണ് ഒരാൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ആത്മാവിനെ അയാൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. കാരണം ഉണ്ട് എന്നുള്ള അറിവാണ് ആത്മാവ്. ആ ഉണ്മ സ്വരൂപമായിട്ടുള്ള ആത്മാവിനെ ഉണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് കളയാം എന്ന് വിചാരിച്ച് ഒരാൾ മുമ്പോട്ട് പോയാൽ അത് അറിയപ്പെടില്ല. അയാൾക്ക് ഒരിക്കലും ആത്മാനുഭവം നേടാൻ കഴിയില്ല. നഭസ്ത്വമത്യജം ശൈവ സർവാത്മൈവ നഭസ്ഥിതം. സർവാത്മാവാണ് ഈ ബ്രഹ്മം, എല്ലാറ്റിൻ്റെയും സത്തയായി. ഇവിടെ ആത്മാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാറ്റിലും സത്തയായി, കാതലായി, കഴമ്പായി, വാസ്തവമായി, ഉണ്മയായി നിൽക്കുന്നത് ആത്മാവാണ്. നാമരൂപങ്ങൾക്ക് സ്വതവേ ഉണ്മയില്ല, അവ മായയുടെ സൃഷ്ടിയാണ്. നാമരൂപങ്ങൾക്ക് ഉണ്മ കൈവരുന്നത് ആത്മാവിനോടുകൂടി അവ ചേർന്ന് നിൽക്കുമ്പോഴാണ്. എല്ലാ നാമരൂപങ്ങളും ആത്മാവിലാണ് ഉണ്ടെന്ന് തോന്നുന്നത്. ആത്മാവിൻ്റെ ഉണ്മ സ്വാഭാവികമായി ഈ ഭ്രമരൂപങ്ങളായ നാമരൂപങ്ങൾക്ക് കൈവരുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചം ഉള്ളതുപോലെ കാണപ്പെടുന്നു, അല്ലെങ്കിൽ അനുഭവിക്കപ്പെടുന്നു. ഇവയ്ക്ക് ഉണ്മ പകരുന്നത് ആത്മാവാണെന്ന് ചുരുക്കം. ഇങ്ങനെ തൻ്റെ അതിസൂക്ഷ്മമായ സ്വഭാവത്തെ പരിത്യജിക്കാതെ തന്നെ സ്ഥൂലമായ ജഗത്തായി പ്രകടമാകുന്നത് ആത്മാവാണ്. ഇതാണ് സത്യം, ഇതാണ് പരമാർത്ഥം, ഇതാണ് വാസ്തവം. ഇത് നമ്മുടെ ബുദ്ധി ഉൾക്കൊള്ളണം. ബുദ്ധിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ബുദ്ധി വല്ലാതെ കുഴങ്ങുന്നു, അതിന് ബുദ്ധിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മനസ്സിലാക്കാൻ മാത്രമുള്ള പുണ്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമേ പറയാവൂ. വേറെ കാരണമൊന്നുമില്ല. ഇത് ഉൾക്കൊള്ളാനുള്ള പാകത അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളാനുള്ള ചിത്തശുദ്ധി നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ മനസ്സിനെ പവിത്രമാക്കി തീർക്കൂ. അപ്പോൾ ഇത് ഉൾക്കൊള്ളാനുള്ള ഒരു പാകത, ഒരു തെളിച്ചം ബുദ്ധിക്കുണ്ടാവും. എന്നിട്ട് ഇതിനെ ഉണ്ട് എന്ന് വിശ്വസിച്ച് മുന്നേറണം. അവിടെയാണ് നമ്മൾ നിർത്തിയത്. 16-ാമത്തെ ശ്ലോകം വായിക്കാം. ജഗദാത്മാ ജഗദ്രൂപം ദ്രഷ്ടൃദൃശ്യതയോദിതം വിശ്വാത്മദൃഗ്വപുര്യത് സ്യാത് തത് കിം കേന കഥം കഥാ. ജഗത്തിൻ്റെ ആത്മാവ് ജഗത്തായി കാണപ്പെടുന്നത് ഈ സത്യമാണ്, ആത്മാവാണ്. ആത്മാവില്ലെങ്കിൽ ജഗത്തില്ല. അതുകൊണ്ട് ജഗത്തിന് ഉണ്മ പകർന്നു കൊടുക്കുന്ന, ജഗത്തായി പ്രകാശിക്കുന്നത് ആത്മാവാണ്.
ജഗത്തിലെ രൂപങ്ങളായും പ്രകാശിക്കുന്നത് ഈ ആത്മാവ് തന്നെ. ജഗത്തിൻ്റെ അന്തസ്സത്ത ആത്മാവാണ്. ജഗത്ത് എന്ന രൂപത്തിൽ പ്രകാശിക്കുന്നതും ഇതേ ആത്മാവ് തന്നെ. ദ്രഷ്ടൃദൃശ്യതയോദിതം, ദ്രഷ്ടാവായും ദൃശ്യമായും അഥവാ കാണുന്നവനായും കാഴ്ചയായും പ്രകടമായിരിക്കുന്നതും ഇതേ ആത്മാവ് തന്നെ. കാണുന്നവൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവനെയാണ്. ഓരോ ശരീരത്തിലും ഞാൻ എന്ന് അഭിമാനിക്കുന്ന ആ ജീവനെയാണ് ദ്രഷ്ടാവ് എന്ന് പറയുന്നത്. ആ ജീവൻ്റെ അനുഭവമണ്ഡലത്തിലുള്ള സകലതും ദൃശ്യം എന്ന വാക്കിൽ അടങ്ങും. ഈ ദ്രഷ്ടാവും ദ്രഷ്ടാവിൻ്റെ മുമ്പിൽ ഉള്ളതുപോലെ പ്രകാശിക്കുന്ന ദൃശ്യവും രണ്ടും ആത്മാവ് തന്നെ എന്ന് പറഞ്ഞാൽ ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല, അതുമാത്രമേ ഉള്ളൂ. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി. സത്ത്, ഉണ്മ, സത്യം ഒന്നു മാത്രമേ ഉള്ളൂ. പണ്ഡിതന്മാർ അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നു, പല പേര് പറഞ്ഞ് വിളിക്കുന്നു. പേരെന്തു പറഞ്ഞാലും ഉണ്മ ഇത് മാത്രമാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈശ്വരനെ ആരാധിക്കാം. പക്ഷേ ഈശ്വര തത്വമെന്ന് പറയുന്നത് ഒന്നാണ്. നിങ്ങൾ മുരുകനായിട്ടും ഗണപതിയായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും ദേവിയായിട്ടും അയ്യപ്പനായിട്ടും ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭജിച്ചോളൂ, ആരാധിച്ചോളൂ. അതിനൊന്നും വിരോധമില്ല. ഈ രൂപങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അരൂപമായ ഈശ്വരതത്വമാണ്. നമ്മുടെ പൂജകളെല്ലാം കൈക്കൊള്ളുന്നത് ഈ ആത്മാവാണ്. ആത്മാവല്ലാതെ ആത്മഭിന്നമായി ഒരു ഈശ്വരനില്ല. ഈശ്വരൻ പോലും ആത്മാവിൻ്റെ പ്രകടനമാണ്. ജീവനും ജഗത്തും ആത്മാവിൻ്റെ പ്രകടനങ്ങളാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ജഗത്തിനെയും ജീവന്മാരെയും നിയന്ത്രിക്കുന്ന നിയന്താവായ ആ സർവേശ്വരൻ, അതും ആത്മാവിൻ്റെ പ്രകടനം തന്നെ. ഇനിയിപ്പോൾ എത്ര, എല്ലാം കൂടെ ചേർത്തിട്ട് എത്രയുണ്ട്? ഒന്നേ ഉള്ളൂ. ഈശ്വരനായും ജീവനായും ജഗത്തായും പ്രകടമാകുന്നത് ഒരേ ആത്മതത്വം. വിശ്വാത്മദൃക്, പ്രപഞ്ചത്തിൻ്റെ ആത്മാവായി പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ജീവന്മാരായി പ്രപഞ്ച പദാർത്ഥങ്ങളായി എല്ലാം കാണപ്പെടുന്നത് ഈ ആത്മാവാണ്. അതിന് ഈ പ്രപഞ്ച സൃഷ്ടി കൊണ്ട് എന്ത് പ്രയോജനം? ഈ പ്രപഞ്ചം ഉണ്ടായാലെന്ത്, ഇല്ലാതായാലെന്ത്? ഇതിൻ്റെ അസ്തിത്വത്തെ ആശ്രയിച്ചല്ല ആത്മാവ് നിലനിൽക്കുന്നത്. ആത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ് പ്രപഞ്ചം. അങ്ങനെയുള്ള ആ സർവാത്മാവിന് തത് കിം കേന കഥം കഥ, അത് എന്താണ്, ആരാൽ, എങ്ങനെ, എപ്പോൾ മറ്റൊന്നെന്ന പോലെ അറിയപ്പെടുന്നു. ജീവന്മാരാണ് അറിയുന്നത്, മനസ്സുകളിലൂടെയാണ് അവർ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ ജീവന്മാർ ഇതിനെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് ഒരു തരത്തിലും ബാധിക്കപ്പെടുന്നില്ല എന്നാണ്. അതുമാത്രമായി നിലകൊള്ളുന്നു. അതിൽ പ്രപഞ്ചം എന്നുള്ളത് ജീവന്മാരുടെ ഒരു ആരോപം മാത്രമാണ്. ജീവന്മാർ അതിനെ പ്രപഞ്ചമെന്ന പോലെ തെറ്റിദ്ധരിക്കുന്നു. അതിന് ആ സർവേശ്വരൻ എന്ത് പഴിച്ചു? ആത്മസ്ഥിതി എന്ന് പറയുന്നത് മാറാത്തതാണ്, അപരിണാമിയാണത്, അവികാരിയാണ്. ഒരു തരത്തിലുള്ള മാറ്റവും ഈ ആത്മതത്വത്തിൽ ഉണ്ടാവുന്നില്ല. അതിൽ നിന്നും മറ്റൊന്നും പൊന്തുന്നില്ല. പൊന്തിയാലല്ലേ അത് തിരിച്ചു ലയിക്കേണ്ട കാര്യമുള്ളൂ. അത് എന്നും അതുമാത്രമായി നിൽക്കുന്നു. അതിനെ അറിയുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. തത് കിം കേന കഥം കഥ. അതിൻ്റെ വ്യാഖ്യാനം വായിക്കാം. മായാശബളോ ഹി ജഗദാത്മാ തദേവ ദ്രഷ്ടൃദൃശ്യതയാ ജഗദ്രൂപമുദിതം. മായാശക്തി ആത്മാവിൻ്റെ ശക്തിയാണ്. ആ ശക്തി ആത്മാവിൽ പ്രകടമാകുമ്പോൾ ഈ ആത്മാവ്
ദ്രഷ്ടാവും ദൃശ്യവും എന്ന പോലെ കാണപ്പെടുന്നു. അതാണ് ജഗത്ത് എന്ന് പറയുന്നത്. ഈ ജഗത്ത് എന്ന വാക്കിൽ ബാഹ്യജഗത്തും ബാഹ്യ പദാർത്ഥങ്ങളും ജീവന്മാരും ഉൾപ്പെടും. ജഗത്തെന്നുള്ള വാക്കിൽ ജീവന്മാരും ഉൾപ്പെടുന്നുണ്ട്. ജീവന്മാരെ മാറ്റി നിർത്താൻ പറ്റില്ല. ജീവന്മാരുടെ അനുഭവത്തിലുള്ളതാണ് ജഗത്ത് എന്ന് പറയുമ്പോഴും ജഗത്ത് എന്ന വാക്കിൽ ജഡങ്ങളും സചേതനന്മാരായ ജീവന്മാരും അടങ്ങും. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ജഗത്ത്. ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ കല്ലും മണ്ണും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒന്നും മാത്രമല്ല, ഇവിടെ ജീവിക്കുന്ന ജീവരാശികളും അതിൽ ഉൾപ്പെടും. സചേതനന്മാരായ ജീവന്മാരും സൃഷ്ടിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാറ്റിനെയും കൂട്ടിച്ചേർത്താണ് ജഗത്ത് എന്ന് പറയുന്നത്. ജഗത്തിൻ്റെ തോന്നൽ മായ ഉണ്ടാക്കി തീർക്കുന്നതാണ്. ദ്രഷ്ടാവും ദൃശ്യവും ആയി കാണപ്പെടുന്ന ഈ ജഗത്ത് പരമാത്മാവിലാണ് ഉള്ളതായി അനുഭവിക്കപ്പെടുന്നത്. പരമാത്മാവ് ജഗത്തായി മാറുന്നില്ല. പക്ഷേ ഈ അനുഭവത്തിന് ആധാരമായിട്ട് പരമാത്മാവ് ഉണ്ട്. യത്തു വിശ്വാത്മനഃ ശബളസ്യ ദൃങ്മാത്രരൂപം വപുഃ തത് കേന കഥം കഥാ കിം സ്യാത്. വിശ്വാത്മാവായ പരമാത്മാവിൻ്റെ മായാശക്തി പ്രകടമാകുമ്പോൾ ദ്രഷ്ടാവും ദൃശ്യവും വേർപിരിഞ്ഞതുപോലെ കാണുന്നു. ദ്രഷ്ടാവ് ദൃശ്യം ഇങ്ങനെ ഒരേ ആത്മാവ് രണ്ടായി പിരിഞ്ഞതുപോലെ ജീവന്മാർ അനുഭവിക്കുന്നു. അതിനെയാണ്, ആ ദ്രഷ്ടാവിനെയും ദൃശ്യത്തെയും ചേർത്തിട്ടാണ് ജഗത്ത് എന്ന് പറയുന്നത്. ഇത് ആത്മാവിൻ്റെ ശരീരമാണെന്നാണ്. ദ്രഷ്ടാക്കളും ദൃശ്യങ്ങളും ആത്മാവിൻ്റെ തന്നെ ഭാഗമാണ്, ആത്മാവിൻ്റെ ശരീരമാണ്. ആ ജഗത്ത് അല്ലെങ്കിൽ ജീവന്മാർ, ജഡപദാർത്ഥങ്ങൾ ഇവയെ ഉൾക്കൊള്ളുന്ന ജഗത്ത് ആരാൽ എപ്രകാരം എപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇതിനെ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് സൃഷ്ടിക്കപ്പെട്ടതുമല്ല. ഇതിനെ സൃഷ്ടിച്ച ഒരു പ്രത്യേക ഈശ്വരനുമില്ല. ഇത് ആത്മാവ് തന്നെയാണ് എന്നങ്ങ് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അതാണ് നല്ലത്. ഈ കാണപ്പെടുന്നതൊക്കെ ഈശ്വരനാണ്, അല്ലെങ്കിൽ ബ്രഹ്മമാണ്, ബോധമാണ് എന്ന് തീരുമാനിച്ചാൽ അതായിരിക്കും ശരി. ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് ഉപനിഷത്തുകൾ ഭംഗിയായി വിവരിക്കുന്നു. ഈശ്വരൻ സങ്കല്പിച്ചു പ്രപഞ്ചം ഉണ്ടാകട്ടെ എന്ന്. പ്രപഞ്ചം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ വിരിഞ്ഞ ഈ പ്രപഞ്ചം എല്ലാം ജഡപദാർത്ഥങ്ങൾ നിറഞ്ഞതായിരുന്നു. ഒന്നിനും ജീവനില്ല, കുറേ ജഡപദാർത്ഥങ്ങൾ. അതാണ് ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ഉരുത്തിരിഞ്ഞ പ്രപഞ്ചം. അത് കണ്ടിട്ട് ആ ഭഗവാന് തൃപ്തി ഉണ്ടായില്ല, മനസ്സിനൊരു സന്തോഷമില്ല. കുറേ മൺഭാണ്ഡങ്ങൾ, ഒന്നിനും ജീവനില്ല, എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. പക്ഷേ ജീവചൈതന്യം അവയുടെ ഉള്ളിലില്ല. ശുദ്ധ ജഡങ്ങൾ മാത്രമേ ഈശ്വര സൃഷ്ടമായ ജഗത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അതൃപ്തി തോന്നിയ ആ ഭഗവാൻ എന്തു ചെയ്തു? ഞാൻ ജീവരൂപത്തിൽ ഈ ജഡങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കാം എന്ന് സങ്കൽപ്പിച്ചു. അങ്ങനെ ആ സർവേശ്വരൻ ജഡങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ ജഡങ്ങളിൽ ചിലത് സചേതനങ്ങളായി തീർന്നു. എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയായി തീർന്നു, അതായത് ജീവന്മാരായി തീർന്നു. അപ്പോൾ ജഡശരീരങ്ങളെയാണ്, അല്ലെങ്കിൽ ജഡങ്ങളെയാണ് ആദ്യം ഈശ്വരൻ സങ്കല്പത്തിലൂടെ സൃഷ്ടിച്ചത്. പക്ഷേ അവയുടെ ഉള്ളിൽ ചൈതന്യമില്ലായിരുന്നു.
അവയ്ക്ക് ചൈതന്യം പകരാൻ വേണ്ടി ഈ ചൈതന്യ സ്വരൂപനായ ഭഗവാൻ തന്നെ ഈ ജഡങ്ങളുടെ ഉള്ളിൽ ജീവരൂപത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അവയ്ക്ക് ജീവനുണ്ടായി. അവ ചലിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി. ജീവ ചൈതന്യം ഈ ജഡങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ജീവന്മാർ ഉണ്ടായത്. ശുദ്ധജഡങ്ങളും ഉണ്ട്, കല്ലും മണ്ണും കട്ടയും ഒക്കെ. പക്ഷേ ജീവികൾ ഈശ്വരൻ ഉള്ളിൽ പ്രവേശിച്ചപ്പോഴാണ് രൂപപ്പെട്ടത്. ഇത് വാസ്തവത്തിൽ ഈശ്വരൻ തന്നെ. ജഡപദാർത്ഥങ്ങൾ ഈശ്വര സങ്കല്പത്തിലാണല്ലോ ഉണ്ടായത്. ഈശ്വരൻ്റെ സങ്കല്പം ഈശ്വരനിൽ നിന്ന് വിഭിന്നമാണോ? വിഭിന്നമാകാൻ പറ്റുമോ? എൻ്റെ ചിന്ത എന്നിൽ നിന്ന് വേറിട്ടതാണോ? അതങ്ങനെ ഞാനല്ലേ ചിന്തിക്കുന്നത്. എന്നെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകൾ. അതുപോലെ ഈശ്വരൻ്റെ സങ്കല്പം ഈശ്വരൻ തന്നെ. അപ്പോൾ ജഡനാമരൂപങ്ങളെല്ലാം ഈശ്വരൻ തന്നെ. ഇനി അവയിൽ ജീവികൾ പലതുമുണ്ട്. ആ ജീവികളുടെ ഉള്ളിൽ ജീവനായി ചൈതന്യമായി പ്രകാശിക്കുന്നത് അതും ഇതേ ഈശ്വരനാണ്. അതാണ് പറഞ്ഞത് ജഗത്തായും എന്ന് പറഞ്ഞാൽ ജഡനാമരൂപങ്ങളായും ശരീരങ്ങളിൽ ജീവന്മാരായും പ്രകാശിക്കുന്നത് ചിത്താണ്. അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ചിത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ പ്രപഞ്ചം, ദ്രഷ്ടാവ്, ദൃശ്യം എന്നൊക്കെ പറയുന്നത് ഈശ്വരനാൽ നിർമ്മിതമാണ്. ഈശ്വരൻ തന്നെയാണ് ഈ രൂപത്തിൽ കാണപ്പെടുന്നത്. എങ്ങനെയാണ് ഇവ ഈശ്വരനിൽ നിന്ന് പൊന്തിയത്? എപ്പോൾ പൊന്തി? ഈ ചോദ്യമൊന്നും ചോദിച്ച് വിഷമിക്കണ്ട. ഇത് അത് തന്നെ എന്ന് തീരുമാനിച്ചാൽ പ്രശ്നം കഴിഞ്ഞു. ഈ പ്രപഞ്ചം ഈശ്വര ഭിന്നമായ ഒന്നാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിനെ ആര് സൃഷ്ടിച്ചു, എപ്പോൾ സൃഷ്ടിച്ചു, ഏത് അസംസ്കൃത വസ്തുക്കളുടെ സഹായത്തോടു കൂടി ഇതിനെ സൃഷ്ടിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ ഉദിക്കുന്നത്. അദ്ദേഹം തന്നെ ഈ പ്രപഞ്ചം എന്ന് തീരുമാനിച്ചാൽ ചോദ്യങ്ങൾ എല്ലാം അസ്തമിക്കും. ഈ കാണപ്പെടുന്നതൊക്കെ ഈശ്വരനാണ്, ഈശാവാസ്യമിതം സർവം എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. ദൈവത്തെ കാണണോ? നിങ്ങൾ കാണുന്നതൊക്കെ ദൈവത്തെയാണ്. ഇനിയിപ്പോൾ ദൈവത്തെ കാണാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ ഓടി നടക്കണ്ട. നിങ്ങളുടെ അനുഭവ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരനാണ്, ബ്രഹ്മമാണ്. അറിയൂ. അറിവിൻ്റെ കുറവേ ഉള്ളൂ നമുക്ക്. ഈശ്വരാനുഭവത്തിന് കുറവില്ല. നമ്മൾ അനുഭവിക്കുന്നത് അഞ്ചിന്ദ്രിയങ്ങളിലൂടെയും മനോബുദ്ധികളിലൂടെയും നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ എന്തെന്തൊക്കെ ഉണ്ടോ അതെല്ലാം ആത്മാവാണ്, ഈശ്വരനാണ്. ഇനിയിപ്പോൾ ആ ഈശ്വരനെ കാണാനോ അനുഭവിക്കാനോ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഒന്നും ചെയ്യേണ്ടതില്ല. ഇതൊക്കെ ഈശ്വരനാണ്. പക്ഷേ അത് അംഗീകരിക്കാൻ നമ്മുടെ ബുദ്ധി തയ്യാറാകുന്നില്ല. കാരണം ബുദ്ധിയുടെ ഉള്ളിൽ അവിദ്യ ബാക്കി നിൽക്കുന്നു. ആ അവിദ്യ വിദ്യയിലൂടെ, ജ്ഞാനത്തിലൂടെ നശിപ്പിക്കപ്പെടാത്തിടത്തോളം കാലം ഇതിനെയൊന്നും ഈശ്വരനായി കാണാൻ ആർക്കും സാധ്യമല്ല. ആ അവിദ്യ നീങ്ങണം. അവിദ്യ എങ്ങനെയാണ് നീങ്ങുന്നത്? വിവേകത്തിൻ്റെ സഹായത്തോടു കൂടി വിചാരം ചെയ്യുമ്പോൾ ബുദ്ധിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവിദ്യയുടെ മറ മാറും. അപ്പോൾ ഇതെല്ലാം ഈശ്വരനാണ് എന്ന് അറിയാറാകും. അവിദ്യയാണ് ഉള്ളിലിരുന്ന് മറയ്ക്കുന്നത്, പുറമേ മറയില്ല. പുറമേ ഈശ്വര തത്വത്തെ മറയ്ക്കാൻ സാധ്യമല്ല. സർവവ്യാപകമായ ഈശ്വര തത്വത്തെ എന്താണ് മറയ്ക്കുക? ആകാശത്തെ മറയ്ക്കാൻ പറ്റുമോ? ആകാശത്തെ ഏതെങ്കിലും വസ്ത്രം കൊണ്ടോ തോല് കൊണ്ടോ ആകാശത്തെ മുഴുവൻ ആവരണം ചെയ്യാൻ പറ്റുമോ? സാധ്യമല്ല. ആകാശം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമാണ്, സർവവ്യാപകമാണ്.
അതിനെ മറയ്ക്കാൻ ശക്തിയുള്ള ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. ആ ആകാശത്തെക്കാളും സൂക്ഷ്മമായി ആകാശത്തിനും ഇടമരുളുന്ന ഈ ആത്മാവിനെ ആര് മറയ്ക്കും? എന്തുകൊണ്ട് മറയ്ക്കും? എങ്ങനെ മറയ്ക്കും? സാധ്യമല്ല. ഒരു മറയുമില്ലാതെ പ്രകാശിക്കുന്നതാണ് ആത്മതത്വം. പക്ഷേ മറ നമ്മുടെ ഉള്ളിലാണ്, ബുദ്ധിയിലാണ് അവിദ്യയാകുന്ന മറ സ്ഥിതി ചെയ്യുന്നത്. ആ അവിദ്യയെ ഓരോ ജീവനും പ്രയത്നിച്ച് ജ്ഞാനം അല്ലെങ്കിൽ വിദ്യയുടെ സഹായത്തോടു കൂടി ആ അവിദ്യാമറയെ വലിച്ചു കീറിയാൽ ഇതെല്ലാം ഈശ്വരനാണ് എന്ന് വ്യക്തമായി അറിയാൻ പറ്റും. അതിനെയാണ് ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നത്. ജ്ഞാനക്കണ്ണ് നമ്മുടെ ഉള്ളിലുണ്ട്, അത് തൽക്കാലം അടഞ്ഞു കിടക്കുകയാണ്. അല്ലെങ്കിൽ ആ കണ്ണിനെ അജ്ഞാനം എന്ന തിമിരം ബാധിച്ചിരിക്കുന്നു. തിമിരത്തിനുള്ള പ്രതിവിധി എന്താണ്? സർജറി ചെയ്ത് അതിനെ നീക്കുക, ശസ്ത്രക്രിയ. ഈ അവിദ്യയാകുന്ന തിമിരത്തെ നീക്കുന്ന സർജനാണ് ആചാര്യൻ. അദ്ദേഹമാണ് ഈ അവിദ്യയാകുന്ന മറയെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. അതുകൊണ്ട് ആചാര്യനെ ശരണം പ്രാപിക്കുക. ആചാര്യൻ തൻ്റെ ഉപദേശങ്ങളിലൂടെ ഈ ആത്മതത്വം എന്താണെന്ന് വ്യക്തമാക്കി തരികയും ആ അറിവ് ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ അവിദ്യയുടെ മൂടുപടം വലിച്ച് കീറപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒന്നുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. അവിദ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇല്ലാത്ത ഒരു മറ ഉള്ളതുപോലെ തോന്നുന്നു. ജ്ഞാനം ഉദിക്കുമ്പോൾ ഈ അവിദ്യയുടെ മറ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. അതിനെ വലിച്ചു കീറാനൊന്നും ശ്രമിക്കേണ്ട. അങ്ങനെ ഒന്നില്ലല്ലോ. ഉണ്ടെങ്കിലല്ലേ വലിച്ചു കീറി അതിനപ്പുറത്തുള്ള സത്യത്തെ കാണേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു, എപ്പോൾ സൃഷ്ടിച്ചു, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും, പ്രപഞ്ച സൃഷ്ടിക്ക് എന്തെങ്കിലും ഉദ്ദേശ്യമുണ്ടോ? ഇതൊക്കെ പ്രപഞ്ചം വേറെ, ആത്മാവ് വേറെ, അല്ലെങ്കിൽ ഈശ്വരൻ വേറെ എന്ന് കാണുന്നത് കൊണ്ടാണ്. ഈ ഭേദചിന്ത തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അജ്ഞാനം, അവിദ്യ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആത്മാവല്ലാത്ത മറ്റൊന്ന് അല്ലെങ്കിൽ മറ്റ് പലതും ഇവിടെ ഉണ്ട് എന്ന് ചിന്തിച്ചാൽ ആ ചിന്ത തന്നെയാണ് അറിവില്ലായ്മ അല്ലെങ്കിൽ അവിദ്യ. ആ അവിദ്യ അറിവിലൂടെ വേണം നീക്കം ചെയ്യപ്പെടേണ്ടത്. വാസ്തവത്തിൽ പ്രപഞ്ചമായി കാണപ്പെടുന്നത് ആത്മാവ് തന്നെയാണ്. ശുദ്ധേ പരിണാമ വിവർത്താദ്യഘടനാദിത്യർത്ഥ. അല്ല, ആത്മാവ് തന്നെ പ്രപഞ്ചമായി മാറി എന്ന് വിചാരിച്ചാൽ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ആത്മാവ് തന്നെ ജഡനാമ രൂപങ്ങളായി മാറി. അങ്ങനെ കരുതുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ, ചിത്തെങ്ങനെയാണ് ജഡമായി മാറുക? സൂര്യൻ ഇരുട്ടായി മാറാൻ പറ്റുമോ? പ്രകാശം മങ്ങി പ്രകാശം തന്നെ ഇരുട്ടായി മാറുക എന്നുള്ളത് അസാധ്യമല്ലേ? ചിത്തെങ്ങനെയാണ് ജഡമായി മാറുക? അതുകൊണ്ട് ബോധം ജഡപ്രപഞ്ചമായി മാറാൻ പറ്റില്ല. പിന്നെ ഈ ജഡമെന്താണ്? ബോധത്തെ അറിയാതിരിക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമം മാത്രമാണ് ഈ ജഡജഗത്ത്. ബോധത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഇത് എന്ന് സൂര്യതുല്യം തെളിയും. ഈ പ്രപഞ്ചം ഇത് ഈശ്വര ഭിന്നമായ ഒന്നാണ്. അവിടെയാണ് നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. അങ്ങനെയുള്ളവർക്കാണ് ക്ഷേത്രങ്ങൾ ആവശ്യമായിട്ടുള്ളത്. പ്രപഞ്ചം തന്നെ ഭഗവാന്റെ ക്ഷേത്രമാണ്. എവിടെ തിരിഞ്ഞാലും ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇനി എന്തിനാണ് പ്രത്യേകിച്ചൊരു ക്ഷേത്ര നിർമ്മാണം? അല്ല, ആ നിലയിലേക്ക് ഉയരാൻ എല്ലാരെ കൊണ്ടും പറ്റില്ലല്ലോ. അങ്ങനെയുള്ളവർ അമ്പലത്തിൽ പോട്ടെ, വഴിപാട് നടത്തട്ടെ, പൂജ ചെയ്യട്ടെ. അറിവിൽ ഉയർച്ച സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ അറിവ് നേടുമ്പോൾ ഓരോ അമീബയും ഓരോ അണുജീവിയും ഓരോ ആറ്റവും
ഓരോ മണൽത്തരിയും ഈശ്വരനാണെന്നറിയാൻ പറ്റും. ഇതാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. ഈശ്വരനെ കാണണം, ദൈവദർശനം. അതിനു വേണ്ടിയാണല്ലോ പലരും ശ്രമിക്കുന്നത്. അദ്ദേഹം പറയും, ദൈവത്തെ കാണാത്തത് വിശകലനം ചെയ്യാത്തത് കൊണ്ടാണ്. അതായത് ആത്മതത്വം അല്ലെങ്കിൽ ഈശ്വരതത്വം എന്താണെന്ന് വിചാരം ചെയ്യാത്തത് കൊണ്ടാണ് ഈശ്വരൻ മറഞ്ഞതുപോലെ തോന്നുന്നത്. ഈശ്വരന് ഒരു മറവും സംഭവിച്ചിട്ടില്ല. വിവേകാനന്ദ സ്വാമികളുടെ വാക്ക് തന്നെ കടമെടുക്കാം. നിങ്ങൾ കടൽ തീരത്തുള്ള ഒരു മണൽത്തരിയെ എടുത്ത് വിശകലനം ചെയ്തു നോക്കൂ, അത് അനന്തമായ ബോധത്തിൽ ലയിക്കുന്നത് കാണാം. ഇതാണ് വിവേകാനന്ദ സ്വാമിയുടെ വാക്ക്. ഒരു മണൽത്തരിയെ എടുത്ത് വിശകലനം ചെയ്തു നോക്കൂ, അത് അഖണ്ഡമായ ഈശ്വരനാണ് എന്ന് വ്യക്തമായി അറിയാൻ പറ്റും. നമ്മൾ കടൽ തീരത്തിലൂടെ പല പ്രാവശ്യം നടന്നു പോയിട്ടുണ്ട്. ആ മണ്ണ് കൊണ്ട് കളിവീടുണ്ടാക്കി രസിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഓരോ മണൽത്തരിയും ഈശ്വരനാണ് എന്നുള്ള അറിവ് മാത്രം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്താ കാരണം? ചിന്തിക്കുന്നില്ല. ആ മണൽത്തരി, എന്തിനാണ് മണൽത്തരിയെ ഉദാഹരണമാക്കി പറഞ്ഞത്? വലിയ വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിനെയൊക്കെ വിശകലനം ചെയ്യുന്നത് പ്രയാസമായിരിക്കും. ഒരു മണൽത്തരി എടുത്ത് കൈവെള്ളയിൽ വയ്ക്കുക. എന്താണിത്? ഇതൊരു ജഡമാണ്, ഒരു ജഡനാമരൂപമാണ് ഈ മണൽത്തരി. ഈ ജഡം എന്താണ്? ഊർജത്തിൻ്റെ കട്ടിപിടിച്ച രൂപം. ഊർജം ഘനീഭവിച്ചാണ് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ ഉണ്ടാവുന്നത്. ഇത് ആധുനിക ശാസ്ത്രം തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. ഊർജം കട്ടിപിടിച്ചാൽ ജഡം. ഊർജത്തിന് രൂപമില്ല, ഗുണമില്ല, നിറമില്ല, രുചിയില്ല, മണമില്ല. ഈ സവിശേഷതകളൊന്നും ഊർജത്തിനില്ല. പക്ഷേ ജഡ പദാർത്ഥങ്ങൾക്ക് ഈ സവിശേഷതകളിൽ പലതും ഉണ്ട്. അപ്പം ബുദ്ധിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു മണൽത്തരിയെടുത്ത് പരിശോധിച്ചാൽ ഇത് ഒരു ജഡനാമരൂപമാണ്. ഇതിനെ ഊർജമാക്കി മാറ്റിയാൽ ഈ രൂപമില്ല. അവിടെ മണൽത്തരി എന്നുള്ള രൂപമില്ല. അത് അതിസൂക്ഷ്മമായ ഊർജമായി മാറുന്നു. ഈ ഊർജം എന്ന് പറയുന്നത് സ്പന്ദന രൂപത്തിലുള്ളതാണ്. ഊർജത്തിൻ്റെ സ്പന്ദനങ്ങളാണ്. ഇവിടെയും ഊർജം സ്പന്ദിക്കുകയാണ് ചെയ്യുന്നത്. ജീവൻ്റെ തുടിപ്പാണ് ഊർജം എന്ന് പറഞ്ഞാൽ. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഊർജം എന്ന പദപ്രയോഗം ഋഷിമാർ അതിനെ പ്രാണൻ എന്ന് വിളിച്ചു. പ്രാണൻ ഓരോ ജഡശരീരത്തെയും സചേതനമാക്കി തീർക്കുന്നത് പ്രാണസ്പന്ദനമാണ്. ശരീരത്തിൽ പ്രാണൻ സ്പന്ദിക്കുന്നത് നിലച്ചാൽ കൊണ്ടുപോയി കുഴിച്ചിടാം, അല്ലെങ്കിൽ കത്തിച്ച് കളയാം. അപ്പോൾ ജീവൻ്റെ ജീവൻ എന്ന് പറയുന്നത് പ്രാണനാണ്. അതുകൊണ്ടാണല്ലോ ഈ കാമുകന്മാർ ഞാൻ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. കാരണം ജീവനാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. നിങ്ങളുടെ ഒരു ചെവി മുറിച്ച് കളയണോ, നിങ്ങളുടെ ജീവൻ എടുക്കണോ? നമ്മൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? ജീവൻ എടുത്തോ എന്നാണോ പറയുക? അല്ല, ഐ വാണ്ട് ടു ലീവ്, എനിക്ക് ജീവിക്കണം. ഒരു ചെവി പോകണമെങ്കിൽ പോട്ട് പുല്ല്. ഒരു ചെവി ഉണ്ടെങ്കിൽ ഒരു ചെവി കൊണ്ട് ജീവിക്കാം. അതുപോലെ ശരീരത്തിലുള്ള ഒരു കയ്യോ കാലോ മുറിച്ച് കളയാം, ഒരു അവയവത്തെ മുറിച്ച് കളയാമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും. തൻ്റെ ജീവൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാരും തയ്യാറല്ല. കാരണം അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ജീവൻ അതെന്ന് പറയുന്നത് പ്രാണനാണ്. ആ പ്രാണൻ്റെ സ്പന്ദനം ഈ ശരീരത്തിൽ ഉണ്ടാവണം, എന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള തെറ്റിദ്ധാരണയാണ് ജീവൻ ഉപേക്ഷിക്കാൻ മനുഷ്യർ തയ്യാറാകാത്തതിൻ്റെ പ്രധാന കാരണം. വാസ്തവത്തിൽ ഊർജസ്പന്ദനം ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു. ഏതിൽ നിന്നാണോ ഈ ഊർജം സ്പന്ദിക്കുന്നത് ആ അധിഷ്ഠാനമാണ് വാസ്തവത്തിൽ ആത്മാവ്. അപ്പോൾ ആത്മാവിന് ഊർജസ്പന്ദനത്തിൻ്റെ ആവശ്യമില്ല.
അത് എന്നും നിലനിൽക്കുന്നതാണ്. പക്ഷേ ഊർജം സ്പന്ദിക്കാൻ ആത്മാവാകുന്ന അടിത്തറ വേണം. തന്നെ ജഡശരീരമായി കരുതുന്നത് കൊണ്ടാണ് മനുഷ്യർ മരണത്തെ ഭയപ്പെടുന്നത്. ഈ ശരീരം ഉണ്ടെങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഏത് വിധേനയും ശരീരത്തെ നിലനിർത്തണം. പ്രാണൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ ഞാൻ എന്നും ജീവനോടുകൂടി ഇരിക്കണം എന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നതിൻ്റെ പുറകിലുള്ള ചേതോവികാരം ഇതാണ്. വാസ്തവത്തിൽ പ്രാണനാണ് ആത്മാവിനെ ഭയപ്പെടേണ്ടത്. കാരണം ആത്മാവില്ലെങ്കിൽ പ്രാണന് സ്പന്ദിക്കാൻ പറ്റില്ല. അതിൻ്റെ അടിത്തട്ട്, ഫൗണ്ടേഷൻ സ്റ്റോൺ ഇളകിപ്പോവും. അപ്പോൾ പ്രാണൻ ആത്മാവിനെ ഭയപ്പെടുന്നതിന് പകരം ആത്മാവ് പ്രാണനെ ഭയപ്പെടുന്നു. ഞാനായി പ്രകാശിക്കുന്നത് ആത്മാവാണ്, അത് പ്രാണനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പ്രാണൻ പോകരുത്, പ്രാണൻ ഈ ശരീരത്തിലുണ്ടെങ്കിലേ എനിക്ക് ജീവിതമുള്ളൂ എന്ന് ആത്മാവ് ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഭ്രമിക്കുന്നു. ഇതാണ് അജ്ഞത. പ്രാണന് ഭയം ഉണ്ടാവാൻ പറ്റില്ല, കാരണം അത് ജഡമാണ്. ജഡപദാർത്ഥത്തിന് എന്ത് ഭയം, എന്ത് വികാരം, എന്ത് വിചാരം? ആത്മാവിനാണ് ഈ വികാര വിചാരങ്ങളെല്ലാം ഉള്ളത്. ആ ആത്മാവിന് തൻ്റെ സ്വരൂപം അറിയാത്തത് കൊണ്ട്, പ്രാണൻ ഉണ്ടെങ്കിലേ ഈ തനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് നമ്മളാരും മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. വാസ്തവത്തിൽ ഉള്ളിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണൻ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പുറത്ത് സ്പന്ദിക്കാൻ ആരംഭിക്കും. ഇത്രയേ ഉള്ളൂ. പ്രാണൻ്റെ സ്പന്ദനം നിലയ്ക്കുന്നില്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിലോ അല്ലെങ്കിൽ മറ്റ് കോശങ്ങളിലോ ഒക്കെ പ്രാണൻ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഈ പ്രാണസ്പന്ദനം ശരീരത്തിനകത്തുണ്ട്. അതാണല്ലോ ഈ ഡോക്ടർമാർ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്നത്. നെഞ്ചിലിങ്ങനെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ലബ് ഡബ് ലബ് ഡബ് ലബ് ഡബ്, പ്രാണൻ്റെ സ്പന്ദനമാണ്. ഹൃദയമിടിപ്പ്, ഹൃദയസ്പന്ദനം എന്ന് നമ്മൾ പറയുന്നില്ലേ, അതുണ്ടെങ്കിൽ ആൾ ജീവനോടുകൂടിയുണ്ട്. അത് ഇല്ലെങ്കിൽ ആൾ പോയി. ഇങ്ങനെ ഡോക്ടർമാർ ആൾ മരിച്ചുപോയി എന്ന് സർട്ടിഫൈ ചെയ്തിട്ട് ജീവനോടുകൂടി വന്ന ആൾക്കാരുണ്ട്. കാരണം പ്രാണൻ്റെ സ്പന്ദനം പല കാരണങ്ങളാൽ നിലയ്ക്കാം, പക്ഷേ ജീവൻ ശരീരത്തിന് പുറത്ത് കടന്നിട്ടില്ല. പ്രാണൻ ശരീരത്തിന് പുറത്ത് കടന്നാൽ മാത്രമേ മരണം സംഭവിക്കൂ. പ്രാണശക്തി എന്തോ ചില കാരണങ്ങളാൽ സ്പന്ദനം നിർത്തി. അത് വീണ്ടും സ്പന്ദിച്ചുകൂടാന്നില്ല. ഡോക്ടറിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സ്പന്ദനം നിലച്ചാൽ മാത്രം മതി. സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കി, നാഡി പിടിച്ചു നോക്കി, നാഡി സ്പന്ദനമില്ല, ഹൃദയസ്പന്ദനം ഇല്ല. ഹീസ് ഡിക്ലെയർഡ് ടു ബി ഡെഡ്. ആൾ മരിച്ചു, ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും, കഥ കഴിഞ്ഞു. അതാണ് അവിടെ എന്ന് പറഞ്ഞാൽ ആ പ്രാണൻ ശരീരത്തെ വിട്ട് പുറത്ത് കടന്നിട്ടില്ല. ഒരിക്കൽ പ്രാണൻ ശരീരത്തിന് പുറത്ത് കടന്നാൽ വീണ്ടും അത് ശരീരത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വീണ്ടും ആ പ്രാണനെ ശരീരത്തിനകത്ത് പ്രവേശിപ്പിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. കാരണം ആ ശരീരത്തിൻ്റെ പ്രാരബ്ധം തീരുമ്പോഴാണ് പ്രാണൻ പുറത്തേക്ക് കിടക്കുന്നത്. ഇനിയിപ്പോൾ അതിനെ വീണ്ടും ഈ ശരീരത്തിനകത്ത് പ്രവേശിപ്പിച്ച് പഴയതുപോലെ ആ ശരീരത്തെ ജീവിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ പ്രാണൻ്റെ സ്പന്ദനം നിലയ്ക്കാം, പല കാരണങ്ങൾ കൊണ്ടും നിലയ്ക്കാം. തനിയെ വീണ്ടും സ്പന്ദനം ആരംഭിക്കുകയും ആവാം. അതുകൊണ്ടാണ് ഇങ്ങനെ മരിച്ചവർ വീണ്ടും ജീവിച്ചു. ചെതയിൽ കൊണ്ടുവച്ചപ്പോൾ ആളിതാ ചാടി എഴുന്നേറ്റിരിക്കുന്നു. ആരടാ എന്നെ ജീവനോടെ കത്തിക്കാൻ നോക്കുന്നത്? ഞാൻ ചത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സർട്ടിഫൈ ചെയ്താണ്. MBBS ക്വാളിഫിക്കേഷൻ ഉള്ള ക്വാളിഫൈഡ് ഡോക്ടർ സർട്ടിഫൈ ചെയ്തതാണ് ഇദ്ദേഹം മരിച്ചുപോയി എന്ന്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി മോർച്ചറി കയറ്റിയ ആൾ ആ അതിശൈത്യമുള്ള ആ ഇതിലിരുന്നിട്ട് പിന്നെ ജീവനോടുകൂടി വന്ന ചരിത്രമുണ്ട്, അറിയാമോ? മോർച്ചറി കയറ്റിയ ആൾ. എന്തുകൊണ്ട്?
അവൻ്റെ പ്രാണൻ ശരീരത്തിന് പുറത്ത് കടന്നിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല. പ്രാണൻ്റെ സ്പന്ദനം ഏതോ കാരണത്താൽ നിലച്ചു. ഡോക്ടർ സർട്ടിഫൈ ചെയ്തു ആള് തട്ടിപ്പോയി. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത്. ശുദ്ധമായ ആത്മതത്വത്തിൽ പരിണാമം സാധ്യമല്ല, വിവർത്തം സാധ്യമാണ്. വിവർത്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ സ്വഭാവം മാറാതെ തന്നെ അത് മറ്റൊന്നെന്ന പോലെ കാണപ്പെടുന്നതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ല, പക്ഷേ കാനൽ ജലം അലയടിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ആ കാനൽ ജലത്തിൻ്റെ തോന്നൽ അതൊരു ഭ്രമം മാത്രമാണ്. മരുഭൂമി കാനൽ ജലമായി മാറിയിട്ടില്ല. കാനൽ ജലം ഇല്ലാത്തതാണ്, മരുഭൂമി ഉള്ളതാണ്. മരുഭൂമി ഉള്ളത് കൊണ്ടാണ് അതിൽ കാനൽ ജലം കാണപ്പെടുന്നത്. മരുഭൂമി കാനൽ ജലമായി മാറി എന്ന് പറയാൻ പറ്റുമോ? ഒരാൾ കയറിനെ സർപ്പമാണെന്ന് കരുതുമ്പോൾ കയർ സർപ്പമായി മാറുന്നില്ല. സർപ്പം ഉണ്ട് എന്ന് ഇയാൾ ഭ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആത്മാവ് ഒരിക്കലും ജഗത്തായി മാറിയിട്ടില്ല, ജഡനാമരൂപങ്ങളായി മാറേണ്ട കാര്യമില്ല. ജഡനാമരൂപങ്ങൾ ഉണ്ട് എന്ന് കരുതുന്നത് അജ്ഞാനികളായ ജീവന്മാരാണ്. ആ ജഡനാമരൂപങ്ങളായി പ്രകടമാകുന്നത് ആത്മാവാണെന്ന് സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം നീങ്ങി. പിന്നെ ഇവിടെ ജഡമില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ജഡവും ഉണ്ട്, ആത്മാവും ഉണ്ട്. അചേതനങ്ങളായ ജഡങ്ങളുണ്ട്, ജഡപദാർത്ഥങ്ങളുണ്ട്. ചേതനന്മാരായ ജീവന്മാരുമുണ്ട്. ഏത് ശരീരവും എപ്പോഴും അചേതനമാണ്, അല്ലെങ്കിൽ ജഡമാണ്. അതിൻ്റെ ഉള്ളിൽ പ്രാണൻ സ്പന്ദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തിന് ജീവനുണ്ട് എന്ന് പറയുന്നു. ആ ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പ്രാണൻ ആ ജഡശരീരത്തെ ഉപേക്ഷിച്ച് പുറത്തു കടന്നാൽ അത് വെറും ജഡശരീരം എന്ന് പറയുന്നു. അത് ജീവിച്ചിരിക്കുമ്പോഴേ ജഡമാണ്. പ്രാണൻ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ജഡത്വത്തെ നമുക്ക് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അല്പമല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരീരം ജഡമാണ്. അത് ഒരു മൺപാത്രം പോലെ അല്ലെങ്കിൽ ഒരു മൺഭാണ്ഡം പോലെയാണ്. അതിനെ സ്വയം അറിയാനുള്ള ശക്തിയില്ല. അതിൻ്റെ ഉള്ളിൽ ചൈതന്യ രൂപത്തിൽ വർത്തിക്കുന്ന ജീവനാണ് ഇതെൻ്റെ ശരീരമാണ് എന്നറിയുന്നത്. ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞാൽ അത് ശരീരവിലക്ഷണമാണ്, ശരീരവുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാത്തതാണ്. പ്രാണനുമായിട്ട് പോലും അതിന് ബന്ധമില്ല. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയുമായിട്ടും അത് ബന്ധപ്പെടുന്നില്ല. സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സത്തയാണ് ഈ ആത്മാവ് എന്ന് തിരിച്ചറിയുന്ന ഒരാൾ സകല ഭയങ്ങളിൽ നിന്നും മുക്തനാകും. അതുവരെ ഏതെങ്കിലും ഭയം അല്ലെങ്കിൽ പ്രശ്നം അയാളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ അറിവ് മാത്രമാണ് നമ്മെ അന്തിമമായി രക്ഷിക്കുന്നത്. ശുദ്ധമായ ആത്മതത്വത്തിൽ പരിണാമം സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നായി മാറില്ല. ആത്മാവ് എന്ന വാക്കിൻ്റെ വിപരീത പദം ജഡം എന്നാണ്. ചിത്തിൻ്റെ വിപരീത പദം ജഡമാണ്. ആത്മാവ് ജഡമായി മാറാൻ സാധ്യമല്ല. അത് ജഡമായി കാണപ്പെട്ടുകൂടെ? കാണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് കാണുന്നവൻ്റെ കുഴപ്പമാണ്. മരുഭൂമിയിലെ കാനൽ ജലത്തിന് സത്യത്വം കൽപ്പിക്കുന്നയാൾ മരുഭൂമിയെ തന്നെയാണ് കാനൽ ജലമായി കാണുന്നത്. അവിടെ വെള്ളമില്ല, മരുഭൂമി മാത്രമേ ഉള്ളൂ. അപ്പോൾ വിവർത്തം എന്ന് പറയുമ്പോഴും അധിഷ്ഠാനത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് മറ്റൊന്നെന്ന പോലെ കാണപ്പെടുന്നു. ഒന്ന് വേറൊന്നെന്ന പോലെ മറ്റൊന്നായി കാണപ്പെടുന്നത് അതിൻ്റെ കുറ്റമല്ല, കാണുന്നവൻ്റെ കാഴ്ചയിലുള്ള കുഴപ്പമാണ്. അതുകൊണ്ട് വീക്ഷണത്തെ മാറ്റുക. നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. അല്ലാതെ ഈ പ്രപഞ്ചത്തെ
ബ്രഹ്മമായി ബ്രഹ്മമാക്കി മാറ്റേണ്ട കാര്യമില്ല. ഇത് ഇപ്പോഴേ ബ്രഹ്മമാണ്.